എറമിന് ശേഷം ടൊവിനോയുടെ ഒരു അടിപൊളി പെർഫോമൻസ്, ഭയങ്കര ഫൈറ്റ് ഉണ്ട്, അതുപോലെ നല്ല സ്റ്റോറിയാണ്, ഒരു ത്രില്ലർ തന്നെയാണ്. പേടിച്ചിരുന്ന കണ്ട് ഫൈറ്റൊക്കെ വേറെ ലെവലായി പോയി. അടുത്തിരുന്നവരൊക്കെ പേടിച്ചോണ്ടില്ല ഫൈറ്റ്. പിന്നെ അതുപോലെ ത്രില്ലെന്ന് പറയുന്നത് നമ്മൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഓരോ മാർക്കൊക്കെ ഒരു വെല്ലുവിളി തന്നെ. കാരണം എന്ന് വെച്ചാൽ ടോവിനോടെ ഫൈറ്റ് ഇവൻ പേടിച്ചു പോയി കണ്ടിട്ട്. പഠിച്ചു കാരണം ഇത് ഒരു മറ്റേ പെണ്ണുങ്ങളായിട്ട് മോശമായിട്ടുള്ളൊക്കെ ഇടപെട്ടിട്ട് അത് ചിത്രീകരിച്ച് അതിനാൽ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ നാട്ടിൽ നടക്കുന്നതാണ്. സന്ദേശമാണ്. കാരണം ഒന്നും നടക്കുന്ന ലോകത്ത് നടക്കുന്ന ചീറ്റിങ് കാണിച്ചിട്ടുണ്ട്. കാരണം ഇത് ലോഹത്തിന് ശേഷം ലാലേട്ടന്റെ ലോഹത്തിന് ശേഷം ഒരു ഫ്ലൈറ്റ് ജേണി അതുപോലെ കണ്ടു. ഫ്ലൈറ്റിലെ അതിജീവിതത്തിന്റെ കഥയാണ്. ടൊവിനോന്റെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസാണ്. തൃശ്യാണെങ്കിലും ഷമ്മീത്തലനാണെങ്കിലും ഗംഭീരമായിട്ട്. പിന്നെ നമ്മുടെ എന്റെ കൂട്ടുകാരി അർച്ചനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വേറെ ലെവലാണ് അല്ലേ? കാരണം നമ്മുടെ നീലത്താമരയാണെങ്കിലും ബെസ്റ്റ് ഓഫ് ലക്ക് ആണെങ്കിലും റാണിരാജ സീരിയലാണെങ്കിലും നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്ന. പക്ഷേ അർച്ചനക്ക് ഇവിടെ പെർഫോമൻസ് ഒരു വേറെ ലെവലാണ്. ഫസ്റ്റ് പടമല്ലേ, നമ്മുടെ 2020 ഫസ്റ്റ് പടമാണ്. പടം പൊളിച്ചിട്ടുണ്ട്. ടോവിനോയുടെ പടമാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പടം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പടം നമ്മൾ സസ്പെൻസ് ആണ്, പറയുന്നില്ല. സ്പോയിലർ ആവുന്നവർ പറയാത്തൊന്നും. ടോവിനോയുടെ ക്യാരക്ടറാണെന്ന് പറയാത്ത ഫൈറ്റൊക്കെ. പടം നല്ല പടം, ഒരു ത്രില്ലർ ടൈപ്പുള്ള ഒരു ത്രില്ലർ പടം. അതായത് ത്രൂ ഔട്ട് പടത്തിൽ സസ്പെൻസും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വന്നത്. ഇൻ്റർവെല്ലൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് സാധനം പോയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ഒരു ഫൈറ്റും കാര്യം, അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഉഗ്രം പടം. ഇത് ഭയങ്കര ടോവിനോയുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മാർക്കോയുടെ വെല്ലുവിളിയായിരിക്കും. വയലൻസ് ഉണ്ട്, മാർക്ക് ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്. പിന്നെ അർച്ചന കവി നല്ല തിരിച്ചു വാർത്തിക്കുന്ന ക്രിസ്ത്യാനെ അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ് എല്ലാം ഉഗ്രനാണ്. ഭയങ്കര ഹിറ്റ് മൂവിയായി. മാർക്കോയുടെ ആ ലെവലിലേക്ക് വരും. വയലൻസ് അന്നേരം കാണിക്കുന്നുണ്ട്, ആക്ഷൻ ഉണ്ട്. ടോവിനോയുടെ സ്റ്റാർട്ട് മുഴുവൻ വരുന്നുണ്ട്. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തൃശ്ശ ചെയ്തിട്ടുണ്ട്. അർച്ചന കവി നല്ല ശക്തമായ തിരിച്ചുവരവാണ്. തൃശ്ശ ചെയ്തിട്ടുണ്ട്. വളരെ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്, വളരെ ഇന്റലിജന്റ് മൂവിയാണ്. എന്തായാലും ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോവാം. മാർക്ക് പോലെ ഒരു ഫിലിം തന്നെയാണ്. ഇതെല്ലാം നന്നായി കളട്ടി 10-20 കോടി.